നമസ്കാരം, മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം. ഇപ്പോഴത്തെ താരം രേണു ആണല്ലോ. ഇനി പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. ആദ്യമൊക്കെ രേണു റീൽ വീഡിയോകളൊക്കെ ചെയ്യുമായിരുന്നു എങ്കിലും അത്രയ്ക്ക് അങ്ങോട്ട് റീച്ച് ഉണ്ടായിട്ടില്ല. എപ്പോഴും ഇങ്ങനെ ഫ്ലോപ്പായില്ല, അത്യാവശ്യം ഓടുമെങ്കിലും അങ്ങനെ അത്ര റീച്ച് ഇല്ലായിരുന്നു. പക്ഷേ ദാസേട്ടൻ കോഴിക്കോടുമായിട്ടുള്ള ആ രേണുവിൻ്റെ റീലിന് ശേഷമാണ്, ആ റീൽ വീഡിയോകൾക്ക് ശേഷമാണ് രേണു അങ്ങ് എയറിലായി തുടങ്ങിയത്. അതുവരെ കുഴപ്പമില്ലായിരുന്നുവെങ്കിലും ആ ഒരു വീഡിയോയ്ക്ക് ശേഷം രേണു എപ്പോഴും എയറിലാണ്. പിന്നെ രേണുവിന് താഴോട്ട് ഇറങ്ങിയിട്ട് വന്നിട്ടുമില്ല. ഒന്ന് താഴെ ഇറങ്ങുമ്പോൾ തന്നെ വീണ്ടും അടുത്ത എന്തെങ്കിലുമൊക്കെ ആരോപണങ്ങളും വിമർശനങ്ങളും ഒക്കെ വരും. വീണ്ടും രേണു ഏറി കയറും. അങ്ങനെ രേണുവിനിപ്പോൾ ഈ എയറിൽ നിന്നിട്ട് താഴോട്ട് ഇറങ്ങേണ്ട ഒരു അവസ്ഥയും വന്നിട്ടില്ല. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് സുധിയുടെ മുൻകാല ജീവിതത്തെ പറ്റി ചില ചർച്ചകൾ വന്നത്. ഇപ്പോൾ സുധിയുടെ മുൻകാല ജീവിതം മാത്രമല്ല, രേണുവിൻ്റെ മുൻകാല ജീവിതത്തെ പറ്റിയും മുൻ ഭർത്താവിനെ പറ്റിയും ഒക്കെ ചർച്ചകൾ വന്നപ്പോൾ രേണു എപ്പോഴും സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയമായി അങ്ങ് മാറി. അങ്ങനെ പ്രശ്നങ്ങൾ ഇങ്ങനെ ഭയങ്കരമായിട്ട് പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നിരിക്കുന്ന സമയത്താണ് കിച്ചുവിനെ കുറിച്ചുള്ള ചില വെളിപ്പെടുത്തലുകൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പരക്കെ പാഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ ഒരു വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുന്നത്. അതിൽ പക്ഷേ രേണു പോയിട്ടൊന്നുമില്ല കേട്ടോ. രേണു ഇപ്പോൾ ഇതിലെ താരമൊക്കെ തന്നെയാണ്. ഈ കിച്ചുവിനെതിരെ വന്ന വെളിപ്പെടുത്തൽ വേറെ ഒന്നുമല്ല, കിച്ചുവിൻ്റെ പേരിൽ കേസ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടുള്ള ചില കാര്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇത്രയും പ്രശ്നങ്ങൾ നടന്നിട്ടും കിച്ചു പ്രതികരിക്കാത്തതിന് ഒരു കാരണമുണ്ട് എന്ന വാദമാണ് ഇപ്പോൾ ഉയരുന്നത്. അത് ചിലപ്പോൾ ചില സമയത്ത് എനിക്കും തോന്നിയിട്ടുണ്ട്. ഇത്രയും പ്രശ്നങ്ങൾ വന്നു, കിച്ചുവിനെതിരെ പറഞ്ഞു. അപ്പോൾ ഇത്രയും പ്രശ്നങ്ങൾ വന്നിട്ടും എന്തുകൊണ്ട് കിച്ചു പ്രതികരിക്കുന്നില്ല? രേണു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കിച്ചുവിന് അങ്ങനെ പറയാം, രേണു തെറ്റ് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ കിച്ചുവിന് അങ്ങനെ സംസാരിക്കാം. പക്ഷേ കിച്ചു എന്തുകൊണ്ട് ഒന്നിലും പ്രതികരിക്കുന്നില്ല എന്നുള്ളൊരു സംശയം എല്ലാവരുടെയും മനസ്സിൽ ഉയർന്നതാണ്. എന്നാൽ ഇത്തരത്തിലുള്ള സംശയങ്ങൾക്കുള്ള മറുപടിയുമായിട്ടാണ് യൂട്യൂബർ ഷഫീന ബീവി തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരവുമായിട്ട് എത്തിയിരിക്കുന്നത്. ഷഫീന ബീബി പറഞ്ഞത് ഇത്രയേ ഉള്ളൂ: മദ്യപിച്ച് വണ്ടി ഓടിച്ചതിന് കിച്ചുവിൻ്റെ പേരിൽ കേസുണ്ടെന്ന് ഷഫീന ബീവി പറയുന്നുണ്ട്. ഇല്ല എന്ന് പറയരുത്, എൻ്റെ കയ്യിൽ തെളിവുകളുമുണ്ട്. ഷഫീന ബീബിയുടെ തെളിവുകൾ സഹിതമാണ് ഇത്തരത്തിലൊരു വെളിപ്പെടുത്തലുമായിട്ട് ഷഫീന ബീവി എത്തിയിരിക്കുന്നത്. ഈ കേസുകളുടെ വിവരം രേണു പുറത്തുവിടും എന്നുള്ളത് കൊണ്ടാണ് ആ പയ്യൻ അവൾ ചെയ്യുന്ന എല്ലാ തോന്നിവാസത്തിനും മൗനമായി സമ്മതം കൊടുക്കുന്നത്. ആ പ്രതീക്ഷനൊപ്പമുള്ള അവളുടെ പോക്രിത്തരങ്ങൾ നിങ്ങൾ കണ്ടതാണ്. അതെല്ലാം ഒന്നും മിണ്ടാതെ ആ കുട്ടി അനുവദിച്ചു കൊടുക്കുന്നു. ഇത് ബാധിക്കപ്പെടുന്നത് രേണുവിനെയോ ഋതപ്പനെയോ മാത്രമല്ല, കിച്ചുവിനെ ബാധിക്കും, സുധിയെ ബാധിക്കും. പക്ഷേ കിച്ചുവിന് അത് ചോദിക്കാനുള്ള വോയിസ് ഇല്ല. കാരണം അവൻ തന്നെ ഇതുപോലുള്ള പ്രശ്നങ്ങളിൽ പെട്ട് നിൽക്കുന്ന പയ്യനാണ്. കേസുണ്ടെന്ന് പറയുമ്പോൾ ചെറുക്കന് എത്ര വയസ്സാണെന്ന് ഓർക്കണം. അതിന് ആ കുട്ടിയെ കുറ്റപ്പെടുത്തിയിട്ട് ഒരു കാര്യമില്ല. അമ്മ അച്ഛനെ ഉപേക്ഷിച്ച് ഒരുത്തൻ്റെ കൂടെ പോയി, തന്ത ഒരു കല്യാണം കഴിച്ചു, പിന്നെയും കല്യാണം കഴിച്ചു, അതിനെ കളഞ്ഞ് അടുത്തതിൻ്റെ കൂടെ പോയി. അപ്പോൾ പിന്നെ എങ്ങനെ ആ കുട്ടി പുറത്തിറങ്ങി 10 പേരുടെ കൂടെ കൂടുക? അപ്പോൾ അവൻ്റെ കൂട്ടുകെട്ട് വൾഗർ ആയിരിക്കത്തില്ലേ എന്നാണ് ഷഫീന ബീവി ചോദിക്കുന്നത്. ഞാൻ കേട്ടിട്ട് ഈ കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. 10-21 വയസ്സുള്ള ചെറുക്കൻ കള്ളു കുടിക്കുക മാത്രമല്ല, കുടിച്ചിട്ട് വണ്ടി ഓടിച്ച് പോലീസ് പിടിച്ചു. ഈ തങ്കച്ചനാണ് പോയി കിച്ചുവിനെ ഇറക്കിക്കൊണ്ടുവന്നത് എന്നും ഷഫീന പറയുന്നുണ്ട്. കൊല്ലം സുധിയെയും ഷഫീന വിമർശിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനിടയിൽ കിച്ചുവിനെ കുട്ടിക്കാലത്ത് നോക്കി വളർത്തിയത് താനാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഇന്ദു എന്ന ഒരു സ്ത്രീയും രംഗത്തെത്തിയിട്ടുണ്ട്. അതും സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. കിച്ചുവിനെ കുട്ടിക്കാലത്ത് നോക്കി വളർത്തിയത് താനാണെന്ന് അവകാശപ്പെട്ടുകൊണ്ടാണ് ഇന്ദു തിരുവല്ല എന്ന സ്ത്രീ രംഗത്തെത്തിയിരിക്കുന്നത്. കൊല്ലം സുധിയുടെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചു, കുഞ്ഞിനെ ഒന്ന് നോക്കാമോ എന്ന് സുഹൃത്ത് എന്നോട് ചോദിച്ചു. തീർച്ചയായും നോക്കാമെന്ന് ഞാനും പറഞ്ഞു. അച്ഛനും അമ്മയും ഇല്ലാതെ വളർന്നയാളാണ് ഞാൻ. അതുകൊണ്ടാണ് താൻ കുഞ്ഞിനെ നോക്കാൻ തയ്യാറായതെന്നാണ് ഇന്ദു പറയുന്നത്. അന്ന് കിച്ചു തീരെ ചെറുതാണ്. ആദ്യമൊക്കെ കിച്ചു കരച്ചിലായിരുന്നു. എനിക്കും ടെൻഷനാണ്. ഞാനും അന്ന് അത്രയേ ഉള്ളൂ. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല. കിച്ചു കരഞ്ഞു കിടക്കും. പോട്ടെ മോനെ എന്ന് പറഞ്ഞ് എൻ്റെ നെഞ്ചത്തെ ചൂട് തട്ടിയാണ് അവനെ ഉറക്കിയത്. സുധി കരയുന്നുണ്ടോ എന്ന് ചോദിച്ച് എന്നെ വിളിക്കാറുണ്ട്. സുധി ചേട്ടൻ എനിക്ക് സ്വന്തം കൂടപ്പിറപ്പിനെ പോലെയായിരുന്നു. ശാലിനി കിച്ചുവിൻ്റെ അമ്മയാണെന്നത് 100% സത്യം തന്നെയാണ്. പക്ഷേ
ശാലിനിക്ക് അവനെ പ്രസവിച്ച കടമയുള്ളൂ. അവന്റെ അമ്മ ജീവിച്ചിരിപ്പുണ്ട്, അത് ഞാനാണ്. അവന്റെ അമ്മ മരിച്ചിട്ടില്ല. ഇന്നലെയും അവനെ വിളിച്ച് ഞാൻ അതാണ് പറഞ്ഞത്. നിന്റെ അമ്മ മരിച്ചിട്ടില്ല മോനെ, നിനക്ക് എന്തുണ്ടെങ്കിലും ഈ അമ്മയോട് പറയാമെന്ന്. നീ ഇത്രയും കാലം എവിടെയായിരുന്നു എന്ന് ഇത് കാണുന്നവർ ചോദിക്കും. കിച്ചുവിന് 4 വയസ്സായ ശേഷം സുധി കിച്ചുവിനൊപ്പം താമസം മാറുകയായിരുന്നു എന്നുമാണ് ഇന്ദു തിരുവല്ല പറഞ്ഞത്. ഇത് മാത്രമല്ല കിച്ചുവിന്റെ അമ്മ ശാലിനിയെ കുറിച്ചും സുധിയുടെ രണ്ടാമത്തെ ഭാര്യ വീണ എസ് പിള്ളയെ കുറിച്ചും തനിക്ക് അറിയാമെന്നാണ് ഇന്ദു പറയുന്നത്. പക്ഷെ ഇത് മാത്രമല്ല, കിച്ചുവിന്റെ അമ്മ ശാലിനിയെയും സുധിയുടെ രണ്ടാമത്തെ ഭാര്യ വീണ എസ് പിള്ളയെയും തനിക്കറിയാം. പക്ഷേ രേണുവിനെ താൻ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല എന്നുകൂടി ഇന്ദു പറയുന്നുണ്ട്. അത് മാത്രമല്ല, രേണുവിനെ വിമർശിച്ചുകൊണ്ടും ഇന്ദു സംസാരിക്കുന്നുണ്ട്. രേണു അവനോട് സ്നേഹത്തോടെ ഒരു വാക്ക് പറയുന്നുണ്ടോ എന്നാണ് ഇന്ദുവിന്റെ ചോദ്യം. എൻ്റെ സുധിച്ചേട്ടൻ്റെ മോനാണ്, എൻ്റെ മോനാണ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. പക്ഷേ അങ്ങനെ പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ഒരു മോൻ വളർന്നു വരുന്ന കാലഘട്ടം അറിയണം. കൊച്ച് 5ലോ 6ലോ പഠിക്കുമ്പോൾ ചെന്ന് കെട്ടിയിട്ട് ഇതെൻ്റെ മോനാണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. അവനെ വളർത്തേണ്ടതുപോലെ വളർത്തണം. മാത്രമല്ല, പുള്ളിക്കാരിക്ക് ഇപ്പോൾ കിച്ചുവിനെ കൂടെ നിർത്തിക്കൂടെ എന്നും ഇന്ദു ചോദിക്കുന്നുണ്ട്. ശാലിനിയെ കണ്ട് സംസാരിച്ചതിന്റെ ഓർമ്മകളും ഇന്ദു പങ്കുവച്ചിരുന്നു. കൊല്ലം സുധി പറഞ്ഞത് പ്രകാരമാണ് ഒരിക്കൽ ശാലിനിയെ പോയി നേരിട്ട് കണ്ട് സംസാരിച്ചത്. ഒന്ന് സംസാരിക്കാമോ, ഞാൻ ഇന്ദുവിന്റെ കാല് പിടിക്കാം എന്ന് സുധിച്ചേട്ടൻ എന്നോട് പറഞ്ഞിരുന്നു. ഞാൻ ഓട്ടോ വിളിച്ച് പെരുമഴയത്ത് അവിടേക്ക് പോയി. പുള്ളിക്കാരി ഡോറ് തുറന്നു. പുള്ളിക്കാരിയെ കാണാൻ നല്ല ലുക്കുണ്ട്. വെളുത്തിട്ട് നീളം കുറവാണ്, ചുരുണ്ട മുടി, കാണാൻ സുന്ദരിയാണ്. എന്തുകൊണ്ടായിരിക്കും അവൾ പോയതെന്ന് ഞാൻ തന്നെ ആ സമയത്ത് ഓർത്തിരുന്നു. എനിക്ക് ശാലിനി ചായയൊക്കെ തന്നിരുന്നു. സുധിച്ചേട്ടൻ്റെ കാര്യം പറയാനാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഇന്ദുവിനോട് ഒന്നും പറയാനില്ല. ഡോറ് തുറന്ന് ഇന്ദുവിന് പോകാം എന്ന് എന്നോട് പറഞ്ഞു. ഞാൻ ആ സമയത്ത് പറഞ്ഞത്, ശാലിനി നീ ഒരു അമ്മയാണ്, നിന്റെ മകനാണ്. നിങ്ങൾക്കിടയിൽ സംഭവിച്ചത് എനിക്കറിയില്ല, പറയാൻ പറ്റുമെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഇന്ദുവിന് വേറെ എന്തെങ്കിലും എന്നോട് ചോദിക്കാനുണ്ടോ, എൻ്റെ കാര്യത്തെക്കുറിച്ച് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ എന്ന് എന്നോട് ചോദിച്ചു. ഇല്ലെന്ന് ഞാൻ പറഞ്ഞപ്പോൾ, എന്നാൽ എനിക്ക് ഇന്ദുവിനോട് ഒന്നും പറയാനില്ല, എനിക്ക് ഇന്ദുവിനോട് പിണക്കമോ ദേഷ്യമോ ഒന്നുമില്ല എന്നും ശാലിനി എന്നോട് പറഞ്ഞു. എനിക്ക് അവളെ നമ്പർ തന്നു. 3-4 പ്രാവശ്യം ഞാൻ അവളെ വിളിച്ച് കാണാൻ ശ്രമിച്ചു. സുധിച്ചേട്ടൻ്റെ കാര്യവും പറഞ്ഞാണെങ്കിലും ഇന്ദു എൻ്റെ അടുത്തേക്ക് വരേണ്ട എന്നാണ് അപ്പോൾ അവൾ എന്നോട് പറഞ്ഞത്. കുഞ്ഞിൻ്റെ കാര്യം ചോദിച്ചപ്പോൾ, കുഞ്ഞ് എൻ്റെ മാത്രം കുഞ്ഞല്ല, സുധിച്ചേട്ടൻ്റെയും കുഞ്ഞാണ്, സുധിച്ചേട്ടൻ നോക്കിക്കോട്ടെ, ഞാൻ എനിക്കിഷ്ടമുള്ള ആളിനൊപ്പം പോന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ശാലിനി ആ ഡാൻസുകാരൻ ചെക്കനൊപ്പം പോകുകയായിരുന്നു എന്നും ഇന്ദു പറയുന്നുണ്ട്. എന്നാൽ ഇത്രയും പ്രശ്നം നടക്കുമ്പോഴും വീണ എന്തിനാണ് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം പെട്ടെന്ന് വന്ന് ഇങ്ങനെ ഒരു വെളിപ്പെടുത്തൽ നടത്തിയത് എന്നുള്ള രീതിയിലും ചിലർക്ക് സംശയം തോന്നിയിട്ടുണ്ടായിരുന്നു. ചിലർക്ക് നില എനിക്കങ്ങനെ ഒരു സംശയം തോന്നിയിട്ടുണ്ടായിരുന്നു. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം എന്തുകൊണ്ട് വീണയ്ക്ക് തുറന്നു പറയാനുള്ള ഒരുപാട് അവസരങ്ങളുണ്ടായിരുന്നു. പക്ഷെ ആ സമയത്തൊന്നും വീണ തുറന്നു പറയാതെ ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഇപ്പോൾ വന്ന് തുറന്നു പറയുന്നതിൻ്റെ കാരണം എന്താണെന്നുള്ള സംശയം എല്ലാവർക്കും ഉണ്ടായിരുന്നു. എല്ലാം ശരിയല്ലേ? അങ്ങനെ പലർക്കും തോന്നിയിട്ടുണ്ട്. ഈ വീണ പറയുന്നതെല്ലാം ശരിയാണോ, അതോ വീണ പറയുന്നതെല്ലാം കള്ളമാണോ, ഇതിൻ്റെ പിന്നിൽ എന്തെങ്കിലും സത്യാവസ്ഥയുണ്ടോ എന്നുള്ള രീതിയിലൊക്കെ തോന്നിയിട്ടുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള എല്ലാവർക്കുമുള്ള സംശയത്തിനും ആ ഒരു സംശയത്തിനുള്ള മറുപടിയായിട്ട് കഴിഞ്ഞ ദിവസം ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ വീണ എത്തിയിട്ടുണ്ടായിരുന്നു. വീണ പറഞ്ഞത്, സുധിയുടെ നിലവിലെ ഭാര്യയായ രേണു തന്നെ കുറിച്ച് പല മോശം കഥകളും പ്രചരിപ്പിച്ചുവെന്നും അത് തൻ്റെ ജോലി പോലും നഷ്ടപ്പെടുത്തുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുകയാണെന്നും വീണ പറയുന്നുണ്ട്. ഡാൻസ് പഠിപ്പിക്കലും നാടകവും അഭിനയവുമാണ് വീണയുടെ വരുമാന മാർഗം. സുധിയുമായുള്ള വിവാഹമോചന ശേഷം വീണ്ടും വിവാഹിതയായ വീണ ഒരു കുഞ്ഞിന്റെ അമ്മ കൂടിയാണ്. ഞാൻ എന്തിനാണ് ഇപ്പോൾ എല്ലാം തുറന്നു പറയുന്നത് എന്നാണ് ആളുകൾ ചോദിക്കുന്നത്. സുധിയുടെ ഇൻഷുറൻസ് തുകയ്ക്ക് വേണ്ടിയാണെന്നുമെല്ലാമാണ് പറയുന്നത്. സ്വന്തം മക്കളുടെ കാര്യം നോക്കി ജീവിക്കാനുമെല്ലാം ആളുകൾ കമന്റ്സിലൂടെ എന്നോട് പറയുന്നുണ്ട്. ഒന്നിലും ഇടപെടാതെ എൻ്റെ ലൈഫ് നോക്കി കഴിഞ്ഞിരുന്നയാളാണ് ഞാൻ. പക്ഷേ ഞാൻ പഠിപ്പിക്കുന്ന പിള്ളേരുടെ പാരൻസിനോട് രേണു പറഞ്ഞിരുന്നു, ഞാൻ പക്ക ഫ്രോഡാണ്, വേശ്യ എന്ന ലേബലിലുമാണ് അവൾ എന്നെ അവരുടെ മുന്നിൽ അവതരിപ്പിച്ചത്. അപ്പോൾ സുധി കൊണ്ട് നടന്നയാളാണെന്നും രേണു പറഞ്ഞു. ഇതെല്ലാം കേട്ടിട്ടും കുറേ ഞാൻ ക്ഷമിച്ചു, കുറേ പോട്ടെ എന്നൊക്കെ ഞാൻ വിചാരിച്ച് വിട്ടു. പക്ഷേ ഇപ്പോൾ ഞാൻ രണ്ടും കൽപ്പിച്ച് തന്നെയാണ് ഇറങ്ങിയിരിക്കുന്നത്. ഇനി ഞാൻ ഒന്നും പിന്നോട്ട് പോകാനില്ല. ഇനി എന്തായാലും ഞാൻ വെറുതെ വിടാനായിട്ട് തയ്യാറല്ല. ഇനി ആര് എൻ്റെ അവിഹിതം കുത്തിപ്പൊക്കി കൊണ്ടുവന്നാലും എനിക്ക് പ്രശ്നമില്ല, നേരിടാൻ ഞാൻ തയ്യാറാണ് എന്നും വീണ പറയുന്നുണ്ട്. ഇവരെല്ലാം ഞാൻ ഒരു ദിവസം വലിച്ചു പുറത്തിടും. സുധിച്ചേട്ടൻ്റെ മൃതദേഹം കാണാൻ പോകുന്നില്ലെന്നാണ് കരുതിയത്. നീ പോയി കാണണമെന്ന് എന്നോട് പറഞ്ഞത് ഭർത്താവാണ്.
സ്റ്റാർ മാജിക്കിൽ വന്ന് രേണു തന്റെ രണ്ടാം ഭാര്യയാണെന്ന് സുധി പറഞ്ഞപ്പോൾ എന്നെ പരിചയമുള്ളവരും ഞങ്ങളുടെ വിവാഹത്തെക്കുറിച്ച് അറിയാവുന്നവരും രണ്ടാം വിവാഹം നടന്ന കാര്യം കമന്റ് ചെയ്തിരുന്നു. സുധിച്ചേട്ടന്റെ മദ്യപാനം എനിക്ക് പ്രശ്നമായിരുന്നു. ഞാൻ എവിടെയും സുധിച്ചേട്ടന്റെ പേര് ഉപയോഗിച്ചിട്ടില്ല. ഇതൊന്നും പുറത്തു പറയാതെ നിവൃത്തിയില്ല എന്ന അവസ്ഥ വന്നപ്പോഴാണ് ഞാൻ ഇതെല്ലാം വെളിപ്പെടുത്തിയത്. ഇവരുടെ അടുത്താണോ പിള്ളേരെ ഡാൻസ് പഠിപ്പിക്കാൻ വിടുന്നത്? വീണ മോശക്കാരിയാണ് എന്നൊക്കെയാണ് രേണു എന്നെക്കുറിച്ച് മറ്റുള്ളവരോട് പറഞ്ഞത്. ഡാൻസ് പഠിപ്പിച്ചിട്ട് കൂടിയാണ് ഞാൻ ജീവിതം കഴിഞ്ഞു പോകുന്നത്. പിന്നെ നാടകവും ഷോർട്ട് ഫിലിംസും ആൽബങ്ങളും ചെയ്യാറുണ്ട്. വലിയൊരു ആർട്ടിസ്റ്റ് ആകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെയുള്ള എന്നെക്കുറിച്ച് വീണ പഠിപ്പിക്കുന്ന പിള്ളേർ ചീത്തയായി പോകുമെന്ന് പറഞ്ഞുവെന്ന് അറിഞ്ഞാൽ മാനസിക ബുദ്ധിമുട്ട് എനിക്കുണ്ടാവില്ലേ? അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ പുറത്തു വന്നത്. നേരത്തെ എനിക്ക് കുടുംബത്തിന്റെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഇപ്പോൾ എനിക്ക് പണി കിട്ടി ഇരിക്കുകയാണ്. എന്തായാലും ഞാൻ ഭയങ്കരമായി നാറി. ഈ സംഭവത്തിന് ശേഷം രേണുവിന് ഇപ്പോഴുള്ള സുഹൃത്തുക്കളെ ഞാൻ കോണ്ടാക്ട് ചെയ്തിരുന്നു. ഞങ്ങളെ ഇതിൽ വലിച്ചിടരുത് എന്നാണ് അവർ പറയുന്നത്. ഞാൻ ഡാൻസ് പഠിപ്പിച്ചാൽ കുട്ടികൾ വരില്ലെന്ന സ്ഥിതിയുമുണ്ട്. അത് ആ സ്ഥാപനത്തെയും എൻ്റെ ജോലിയെയും ബാധിക്കുന്നുണ്ട്. എൻ്റെ കെട്ടിയോൻ എന്നെ കളഞ്ഞിട്ട് പോയാലും ശരി, ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടിട്ടേ ഞാൻ അടങ്ങത്തുള്ളൂ. നിയമപരമായി നീങ്ങാനും ഉദ്ദേശിക്കുന്നുണ്ട്. എൻ്റെ കുടുംബം വരെ കലങ്ങിയെന്നും വീണ പറയുന്നുണ്ട്. എന്തായാലും ഓരോ ദിവസം കഴിയുന്തോറും രേണുവിനെതിരെയും കിച്ചുവിനെതിരെയൊക്കെ ഒരുപാട് വെളിപ്പെടുത്തലുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ കിച്ചുവിനെതിരെ ഇപ്പോഴാണ് ചിലർ ഇങ്ങനെ ഉള്ള രീതിയിൽ സംസാരിച്ചു വന്നത്. അതായത് കിച്ചുവിൻ്റെ പേരിൽ കേസുണ്ടെന്നുള്ള രീതിയിൽ സംസാരിച്ചു വന്നത്. പക്ഷേ സത്യാവസ്ഥ എന്താണെന്ന് ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. എന്തായാലും ഇപ്പോൾ വീണയും പിന്നെ ഇന്ദുവും അങ്ങനെ ഒരുപാട് പേര് ഇപ്പോൾ രേണുവിനെതിരെ തുറന്ന് സംസാരിച്ചുകൊണ്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി എന്തൊക്കെ സത്യങ്ങൾ പുറത്തു വരും, അല്ലെങ്കിൽ ഇനി എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും ഇതിന് മുന്നോടിയായിട്ട് സംഭവിക്കാൻ പോകുന്നത് എന്നൊക്കെ മാത്രമല്ല, ഇനി ഇതിൽ സത്യാവസ്ഥയുണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ ഇനി രേണുവിനെതിരെ എന്തൊക്കെ പ്രതികരണങ്ങളായിരിക്കും വരാൻ പോകുന്നത് എന്നൊക്കെ നമുക്ക് വരുന്ന ദിവസങ്ങളിൽ കാണാം.